കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറം 2023-2024 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. പ്രിയ സുഹൃത്തുക്കളെ, KFB യൂത്ത് ഫോറത്തിന്റെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളേവരുടെയും അറിവിനും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആമുഖം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യുവജന വിഭാഗമായ KFB യൂത്ത് ഫോറം റിപ്പോർട്ട് വർഷം കാഴ്ചാ വെല്ലുവിളി നേരിടുന്ന യുവതീ യുവാക്കളുടെ ക്ഷേമത്തിനായി നിരവധി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ സംസ്ഥാനത്തെ ഡിപ്പാർട്ട്മെന്റുകളിൽ 100% കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവർക്ക് ക്ലറിക്കൽ തസ്തിക ഐഡന്റിഫൈ ചെയ്തതും, ഇന്ത്യയിൽ ആദ്യമായി കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവരെ മാത്രം ഉൾക്കൊള്ളിച്ച് കമ്മ്യൂണിറ്റി തിയേറ്റർ ശില്പശാല, കേരളത്തിൽ ആദ്യമായി കാഴ്ചാ വെല്ലുവിളി നേരിടുന്ന വനിതകൾക്കായി ത്രിദിന സ്വയം പ്രതിരോധ പരിശീലന ക്യാമ്പ്, 8 ടീമുകളെ ഉൾപ്പെടുത്തി അസീസ് മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ്, പെൺകുട്ടികൾക്ക് വേണ്ടി നീന്തൽ പരിശീലനം, 6 ടീമുകളെ ഉൾപ്പെടുത്തി ശബ്ദനാടക മത്സരം എന്നിവ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതും, 100 പോക്കറ്റ് ബ്രെയിലുകളും 100 ബ്രെയിൽ കിറ്റുകളും ശബ്ദ പുസ്തകങ്ങളടങ്ങിയ 60 പെൻഡ്രൈവുകളും വിതരണം ചെയ്യാൻ കഴിഞ്ഞതും, മലപ്പുറം കോട്ടക്കുന്നിൽ പ്രവർത്തിച്ചിരുന്ന ഇൻഫർമേഷൻ സെന്റർ കം ഓഡിയോ ലൈബ്രറി പുനരുദ്ധരിക്കുവാൻ കഴിഞ്ഞതും KFB യൂത്ത് ഫോറത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ പ്രധാന നേട്ടങ്ങളായി കരുതുന്നു. ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും. KFB യൂത്ത് ഫോറത്തിന്റെ 9ാമത് വാർഷിക ജനറൽ ബോഡി യോഗവും ഒഴിവുവന്ന സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും 14/10/2023 ശനിയാഴ്ച തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വെച്ച് നടക്കുകയുണ്ടായി. KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് ബി അധ്യക്ഷം വഹിച്ച പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട തൃശൂർ നിയോജക മണ്ഡലം MLA ശ്രീ P. ബാലചന്ദ്രൻ അവർകൾ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ അൻവർ അലി വിശിഷ്ടാതിഥിയായി. KFB യൂത്ത് ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീ PR രാജേഷ് സ്വാഗതം ആശംസിച്ചു. KFB സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹബീബ് സി മുഖ്യപ്രഭാഷണം നടത്തി. KFB സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KM അബ്ദുൾ ഹക്കീം, KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ V. ലാൽജി കുമാർ, KFB സംസ്ഥാന സെക്രട്ടറി ശ്രീ P. ജയരാജ്, KFB തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ജയന്തി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അലി പുല്ലാര നന്ദി പ്രകാശിപ്പിച്ചു. ശേഷം നടന്ന ജനറൽ ബോഡി യോഗത്തിൽ 65 അംഗങ്ങൾ പങ്കെടുത്തു. തുടർന്ന് യൂത്ത് ഫോറം ഭരണസമിതിയിൽ ഒഴിവുവന്ന നിർവാഹക സമിതി അംഗം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. നിർവാഹക സമിതി യോഗങ്ങൾ 6/4/2023 ശനിയാഴ്ച കുണ്ടായിത്തോട് KFB VTC, 29/7/2023 ശനിയാഴ്ച കോഴിക്കോട് PWD റെസ്റ്റ് ഹൗസ്, 13/10/2023 വെള്ളിയാഴ്ച, 26/1/2024 വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ തൃശൂർ PWD റെസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിൽ വെച്ചും KFB യൂത്ത് ഫോറത്തിന്റെ നിർവാഹക സമിതി യോഗങ്ങൾ കൂടുകയുണ്ടായി. നിയമ പോരാട്ടങ്ങൾ. KFB യൂത്ത് ഫോറത്തിന്റെ നിലവിലെ കമ്മിറ്റി കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവരുടെ വിവിധ തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിരവധി കേസുകൾ നടത്തിയിരുന്നു. KFBയുടെ ഭരണഘടന പ്രകാരം ഫോറങ്ങൾക്ക് നേരിട്ട് കോടതിയിൽ കേസ് നടത്തുവാൻ അനുവാദമില്ലാത്തതിനാൽ ഓരോ വിഷയങ്ങളിലും പ്രശ്നം ബാധിക്കുന്ന കക്ഷികൾക്ക് ആവശ്യമായ നിയമപരവും സാമ്പത്തികവുമായ പിന്തുണ നൽകിക്കൊണ്ട് കേസുകൾ നടത്തുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ക്ലറിക്കൽ കേഡറിൽ ഇനി മുതൽ 100% കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവരും കേരളത്തിലെ സർക്കാർ ജോലികളിൽ ഏറെയും ക്ലറിക്കൽ തസ്തികകളോ അവയുടെ പ്രൊമോഷൻ തസ്തികകളോ ആണ്. എന്നാൽ മേൽ പരാമർശിച്ച തസ്തികകളിൽ 100% കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവരെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന സമീപനമായിരുന്നു സംസ്ഥാനത്ത് നിലനിന്നത്. ഈ സാഹചര്യത്തിൽ KFB യൂത്ത് ഫോറം അംഗങ്ങളായ ശ്രീ വിഷ്ണു, ശ്രീ ബിനീഷ് NS തുടങ്ങിയവരെ കക്ഷി ചേർത്തുകൊണ്ട് KFB യൂത്ത് ഫോറം കേസ് ഫയൽ ചെയ്യുകയും അനുകൂലമായ ഇടക്കാല ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി സാമൂഹ്യനീതി വകുപ്പ് പുറപ്പെടുവിച്ച SJD-102054/2019 D3 തീയതി 20/9/2023 എന്ന ഉത്തരവിലൂടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ക്ലറിക്കൽ കേഡറിൽ 100% കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവരെ ഉൾപ്പെടുത്തി. ഇത് KFB യൂത്ത് ഫോറത്തിന്റെ ഏറ്റവും മികച്ച നേട്ടമായി കരുതുന്നു. ഭിന്നശേഷിക്കാർക്ക് PSC പരീക്ഷയിലെ ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് PSC നിയമനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് വൈകല്യത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച്
ഗ്രേസ് മാർക്ക് അനുവദിച്ചിരുന്നു. എന്നാൽ 2017 PSC ഇത് നിർത്തലാക്കി. ഇതിനെതിരെ KFB യൂത്ത് ഫോറം ഉദ്യോഗാർത്ഥികളെ മുൻനിർത്തി കേസ് ഫയൽ ചെയ്യുകയും ഇടക്കാല ഉത്തരവ് അനുകൂലമായി നേടിയെടുക്കുകയും ചെയ്തിരുന്നു. പ്രസ്തുത കേസ് റിപ്പോർട്ട് വർഷവും തുടരുന്നു. ഉടൻ അന്തിമ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിൽപ്പനമേള. രണ്ടാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ വെച്ച് 11/4/2023 മുതൽ 17/4/2023 വരെ നടത്തിയ കേരളീയം മെഗാ എക്സ്പോയിൽ KFB യൂത്ത് ഫോറത്തിന് ഒരു സ്റ്റോൾ ലഭിക്കുകയുണ്ടായി. ഈ സ്റ്റോളിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. കാഴ്ച വെല്ലുവിളി നേരിടുന്ന വനിതകൾക്കു വേണ്ടി ത്രിദിന സ്വയം പ്രതിരോധ പരിശീലന ക്യാമ്പ്. KFB യൂത്ത് ഫോറവും KFB വനിതാ ഫോറവും കരുനാഗപ്പള്ളി കിമോറ ഷോട്ടോക്കാൻ കരാട്ടെ സ്കൂളും സംയുക്തമായി 30/4/2023 ഞായറാഴ്ച മുതൽ 2/5/2023 ചൊവ്വാഴ്ച വരെ കൊല്ലം കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് കേരളത്തിൽ ആദ്യമായി കാഴ്ച വെല്ലുവിളി നേരിടുന്ന വനിതകൾക്ക് സ്വയം പ്രതിരോധ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. 10 AM ക്യാമ്പ് കോർഡിനേറ്റർ ബിജോയ് CP ആധ്യക്ഷം വഹിച്ച യോഗം ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി MLA ശ്രീ CR മഹേഷ് അവർകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കോട്ടയിൽ രാജു മുഖ്യപ്രഭാഷണം നടത്തി. KFB യൂത്ത് ഫോറം പ്രസിഡന്റ് ശ്രീ വിനോദ് B ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. KFB യൂത്ത് ഫോറം സെക്രട്ടറി ശ്രീ രാജേഷ് PR സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏഷ്യൻ കരാട്ടെ ഫെഡറേഷൻ ജഡ്ജ് ഓണററി നാഷണൽ ചീഫ് ക്വഷി സക്കീർ ഹുസൈൻ ആമുഖ പ്രഭാഷണം നടത്തി. കരുനാഗപ്പള്ളി മുനിസിപ്പൽ കൗൺസിലർമാരായ ഡോക്ടർ മീര, ശ്രീമതി ശ്രീലത, KFB യൂത്ത് ഫോറം ജോയിന്റ് സെക്രട്ടറി ശ്രീ അൻസാർ A, നിർവാഹക സമിതി അംഗം ശ്രീ മാഹിൻ C ആസാദ്, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ പ്രദീപ്, KFB മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ സന്തോഷ് B എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KFB വനിതാ ഫോറം വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാഹിന അബ്ദുള്ളക്കുട്ടി കൃതജ്ഞത അർപ്പിച്ചു. കാഴ്ച വെല്ലുവിളി നേരിടുന്ന വനിതകൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട സ്വയം പ്രതിരോധ തന്ത്രങ്ങളിലും ലളിത വ്യായാമ മുറകളിലും കരുനാഗപ്പള്ളി കിമോറ ഷോട്ടോക്കാൻ കരാട്ടെ സ്കൂളിലെ വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനം, ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് സഹായകമായ നിയമങ്ങളിൽ അവബോധം നൽകുന്നതിനായി അഡ്വക്കേറ്റ് ഗ്രീഷ്മയുടെ ക്ലാസ്, പ്രതികൂല സാഹചര്യങ്ങളിലും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ മുന്നേറുന്നതിന് സൈക്കോളജിസ്റ്റ് ശ്രീ ജോൺ സർ നയിച്ച മോട്ടിവേഷൻ ക്ലാസ്, അഴീക്കൽ ബീച്ചിലേക്ക് ഫീൽഡ് ട്രിപ്പ്, കരുനാഗപ്പള്ളി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ ഉത്തരക്കുട്ടൻ സാർ നയിച്ച കഥയും കവിതയും, കൊല്ലം വനിതാ സെൽ നയിച്ച ബോധവൽക്കരണ ക്ലാസ്, പരിശീലനാർത്ഥികളുടെ കലാപരിപാടികൾ, വിജ്ഞാനത്തിനും വിനോദത്തിനും ഉതകുന്ന മറ്റു പരിപാടികൾ എന്നിവ ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. 2/5/2023 ചൊവ്വാഴ്ച 2:30 PM KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് ബിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ചവറ നിയോജക മണ്ഡലം MLA ശ്രീ സുജിത് വിജയൻപിള്ള അവർകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്യാമ്പിൽ പങ്കെടുത്ത വനിതകൾക്ക് അദ്ദേഹം സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. KFB വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ഗീത നാരായണൻ സ്വാഗതം ആശംസിച്ചു. KFB സംസ്ഥാന വൈസ് പ്രസിഡന്റും KFB യൂത്ത് ഫോറം നോമിനിയുമായ ശ്രീ V ലാൽജി കുമാർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ ബിജോയ് CP മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഏഷ്യൻ കരാട്ടെ ഫെഡറേഷൻ ജഡ്ജ് ഓണററി നാഷണൽ ചീഫ് ക്വഷി സക്കീർ ഹുസൈൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അലി പുല്ലാര യോഗത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 30 വനിതകൾ ഈ ത്രിദിന റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുത്തു. അസീസ് മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ്. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ ക്രിക്കറ്റിലെ സംസ്ഥാനത്തെ ആദ്യകാല താരങ്ങളിൽ പ്രമുഖനായിരുന്ന അന്തരിച്ച അസീസിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി വർഷം തോറും സംഘടിപ്പിച്ചുവരുന്ന അസീസ് മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 20ാമത് എഡിഷൻ KFB യൂത്ത് ഫോറവും ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ഇന്ത്യ കേരള ഘടകവും സംയുക്തമായി 6/5/2023 ശനി, 7/5/2023 ഞായർ എന്നീ ദിവസങ്ങളിൽ എറണാകുളം, ആലുവ CA
CAB ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചു. 6-ാം തീയതി 9 AM സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനം റോട്ടറി ക്ലബ് എറണാകുളം റീജിയൻ അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ എബ്രഹാം ജോർജ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. CAB-K സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജിനീഷ് P ആധ്യക്ഷം വഹിച്ചു. CAB-K സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KR അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് B ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശ്രീ G മണികണ്ഠൻ അസീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KFB യൂത്ത് ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജേഷ് PR കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ഇന്ത്യ കേരളയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 8 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരച്ചു. 7-ാം തീയതി 4 PM നടന്ന സമാപന സമ്മേളനം CAB-K സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ തോമസ് എബ്രഹാം അധ്യക്ഷം വഹിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജേഷ് PR സ്വാഗതം ആശംസിച്ചു. KFB എറണാകുളം പ്രസിഡന്റ് ശ്രീ VK ശ്രീജിത്ത് വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ സവാദ് KP കൃതജ്ഞത രേഖപ്പെടുത്തി. കമ്മ്യൂണിറ്റി തിയേറ്റർ KFB യൂത്ത് ഫോറവും ഈതർ ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയും സംയുക്തമായി അഭിനയം, എഴുത്ത്, ആലാപനം തുടങ്ങിയ മേഖലയിൽ പ്രാവീണ്യമുള്ള കാഴ്ചാപരിമിതരായ കലാകാരന്മാർക്കും കലാകാരികൾക്കുമായി 10/5/2023 മുതൽ 20/5/2023 വരെ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം ലയോള എക്സ്റ്റൻഷൻ സർവീസ് സെന്ററിൽ വെച്ച് കമ്മ്യൂണിറ്റി തിയേറ്റർ സഹവാസ ക്യാമ്പ് നടത്തപ്പെടുകയുണ്ടായി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 23 പേർ പങ്കെടുത്തു. 10/5/2023 നടന്ന ഉദ്ഘാടന പരിപാടിയിൽ KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് B ആധ്യക്ഷം വഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ശ്രീ ചേതൻ കുമാർ വീണ IAS ഉദ്ഘാടനം ചെയ്തു. ഈതർ ഇന്ത്യ പ്രസിഡന്റ് ബിജു സൈമൺ പരിപാടിയിൽ സ്വാഗതമരുളി. KFB സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ ഹക്കീം KM മുഖ്യപ്രഭാഷണം നടത്തി. കമ്മ്യൂണിറ്റി തിയേറ്റർ പരിശീലകൻ ശ്രീ സാം ജോർജ് ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ അൻസാർ A ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 20/5/2023 നടന്ന സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലയോള കോളേജ് പ്രിൻസിപ്പൽ ശ്രീ A തോമസ് അധ്യക്ഷനായിരുന്നു. ഈതർ ഇന്ത്യ പ്രസിഡന്റ് ശ്രീ ബിജു സൈമൺ സ്വാഗത പ്രഭാഷണം നടത്തി. KFB യൂത്ത് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അലി പുല്ലാര, KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ സാരംഗ് KT, ചലച്ചിത്ര സഹസംവിധായകനും അഭിനയ പരിശീലകനുമായ ജനിൽ മിത്ര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശേഷം കമ്മ്യൂണിറ്റി തിയേറ്റർ ക്യാമ്പിൽ പങ്കെടുത്ത കാഴ്ചാപരിമിതർ രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത് അഭിനയിച്ച 2 നാടകങ്ങളുടെ പ്രദർശനങ്ങളും നടന്നു. 10 ദിവസങ്ങളിലായി നടത്തപ്പെട്ട ഈ സഹവാസ ക്യാമ്പ് പ്രശസ്ത സിനിമാ താരങ്ങളായ ശ്രീ മധുപാൽ, ശ്രീ അലൻസിയർ എന്നിവർ സന്ദർശിച്ചു. മഹാനായ ജോർജ് കുട്ടി കാരേപ്പറമ്പിലിന്റെയും KFB യൂത്ത് ഫോറം മുൻ പ്രസിഡന്റ് അനിൽകുമാർ കായംകുളത്തിന്റെയും അനുസ്മരണം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയുടെ വളർച്ചയിലും വികാസത്തിലും അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയും ശാരീരിക ഭിന്നതയുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ മഹാനുഭാവനുമായിരുന്ന അഭിവന്ദ്യനായ ജോർജ് കുട്ടി കാരേപ്പറമ്പിലിന്റെ 8ാം ചരമവാർഷികവും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ ജോയിന്റ് സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീ അനിൽകുമാർ കായംകുളത്തിന്റെ 1ാം ചരമവാർഷികവും 19/7/2023 ബുധനാഴ്ച രാത്രി 8 മണിക്ക് ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തി. KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് B ആധ്യക്ഷം വഹിച്ച ചടങ്ങ് KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ വയനാട് ഉദ്ഘാടനം ചെയ്തു. KFB യൂത്ത് ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീ PR രാജേഷ് സ്വാഗതം ആശംസിച്ചു. KFB ഹെഡ് ഓഫീസ് മുൻ സൂപ്രണ്ട് ശ്രീമതി നിർമ്മല അഭിവന്ദ്യനായ ജോർജ് കുട്ടി കാരേപ്പറമ്പിലിനെയും അധ്യാപകനും അനിൽകുമാറിന്റെ അടുത്ത സുഹൃത്തുമായ ശ്രീ ജിജു P അനിൽകുമാറിനെയും അനുസ്മരിച്ച് സംസാരിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കുമാരി ഡോണ സാജൻ ചടങ്ങിൽ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. ഹെലൻ ആദംസ് കെല്ലറിന്റെ ജന്മദിനാനുസ്മരണം. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം പരിമിതികളെ തോൽപ്പിച്ച ധീരവനിതയായ ഹെലൻ ആദംസ് കെല്ലറിന്റെ 143ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് KFB യൂത്ത് ഫോറം
കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന തലത്തിൽ ക്വിസ്, ഉപന്യാസ രചന, പ്രസംഗം എന്നീ മത്സരങ്ങളും 100 പോക്കറ്റ് ബ്രെയിലുകളുടെ വിതരണവും സംഘടിപ്പിച്ചു. 8/7/2023 ശനിയാഴ്ച കോഴിക്കോട് ജില്ലയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവണ്ണൂർ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാലത്ത് 10 മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങ് KFB സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹബീബ് സി ഉദ്ഘാടനം ചെയ്തു. KFB യൂത്ത് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അലി പുല്ലാര ആധ്യക്ഷം വഹിച്ച ചടങ്ങിൽ KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ സാരംഗ് KT സ്വാഗതം ആശംസിച്ചു. KFB സംസ്ഥാന നിർവാഹക സമിതി അംഗം ഈസക്കോയ മുഖ്യപ്രഭാഷണം നടത്തി. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ സുജിത് M ഉണ്ണി, KFB കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബഷീർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം അഫ്സൽ PA കൃതജ്ഞത പ്രകാശിപ്പിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സംഘടിപ്പിച്ച സമാപന സമ്മേളനത്തിന് KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് B ആധ്യക്ഷം വഹിച്ചു. KFB സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് C സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അദ്ദേഹം ഏതാനും വ്യക്തികൾക്ക് പോക്കറ്റ് ബ്രെയിൽ വിതരണം ചെയ്തു. KFB യൂത്ത് ഫോറം സെക്രട്ടറി ശ്രീ PR രാജേഷ് സ്വാഗതമോദി. KFB സംസ്ഥാന പ്രസിഡന്റ് ശ്രീ E രാജൻ, ഹെലൻ കെല്ലർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ലാൽജി കുമാർ, KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം മാഹീൻ C ആസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ അൻസാർ A കൃതജ്ഞത പ്രകാശിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ 100 പോക്കറ്റ് ബ്രെയിലുകളും മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. വിജയികളുടെ പേരും സ്ഥാനവും ചുവടെ ചേർക്കുന്നു. പ്രസംഗ മത്സരം 1ാം സമ്മാനം ശില്പ പാലക്കാട്, 2ാം സമ്മാനം ബിനോയ് VS എറണാകുളം, 3ാം സമ്മാനം താഹിർ തിരുവനന്തപുരം. ക്വിസ് മത്സരം 1ാം സമ്മാനം ശില്പ പാലക്കാട്, 2ാം സമ്മാനം മുഹമ്മദ് സാദിഖ് അലി പാലക്കാട്, 3ാം സമ്മാനം കാർത്യായനി പാലക്കാട്. ഉപന്യാസ രചനാ മത്സരം 1ാം സമ്മാനം സാബിർ മലപ്പുറം, 2ാം സമ്മാനം ശില്പ പാലക്കാട്, 3ാം സമ്മാനം മുഹമ്മദ് സാദിഖ് അലി പാലക്കാട്, മുഹമ്മദ് സാദിഖ് അലി മലപ്പുറം. സർഗതീരം സീസൺ 2 മലയാള ശബ്ദ നാടക മത്സരം. കാഴ്ചാ പരിമിതരായ കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി KFB യൂത്ത് ഫോറം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ കലാമത്സര പരിപാടിയാണ് സർഗതീരം. സർഗതീരം എന്ന കലാമത്സര പരിപാടിയുടെ 2ാം സീസണിൽ ലോക ശബ്ദനാടക ദിനത്തെ മുൻനിർത്തി മലയാള ശബ്ദനാടക മത്സരം സംഘടിപ്പിച്ചു. ഈ മത്സരത്തിൽ 6 നാടകങ്ങൾ മാറ്റുരച്ചു. മലയാള ശബ്ദനാടക മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം ലോക ശബ്ദനാടക ദിനമായ 30/10/2023 തിങ്കളാഴ്ച വൈകിട്ട് 7:30 ഓൺലൈനിലൂടെ നടത്തപ്പെടുകയുണ്ടായി. പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവും മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാര ജേതാവുമായ ശ്രീ BK ഹരിനാരായണൻ ഫലപ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് B അധ്യക്ഷം വഹിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീ PR രാജേഷ് സ്വാഗതം ആശംസിച്ചു. KFB സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹബീബ് C ആമുഖ പ്രഭാഷണം നടത്തി. റോട്ടറി കൊച്ചിൻ ടൈറ്റൻസ് പ്രസിഡന്റ് റൊട്ടേറിയൻ രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. ആകാശവാണി കണ്ണൂർ നിലയം പ്രോഗ്രാം ഹെഡ് ശ്രീ KV ശരത് ചന്ദ്രൻ, ആകാശവാണി തൃശൂർ നിലയം റിട്ടയർഡ് പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP പ്രഭാകരൻ, ആകാശവാണി ദേവികുളം നിലയം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മാത്യു ജോസഫ് എന്നിവർ ഫലപ്രഖ്യാപനം നടത്തി. റോട്ടറി കൊച്ചിൻ ടൈറ്റൻസ് സെക്രട്ടറി റൊട്ടേറിയൻ വിഷ്ണു R ഉണ്ണിത്താൻ ആശംസകൾ അർപ്പിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ സാരംഗ് KT കൃതജ്ഞത പ്രകാശിപ്പിച്ചു. ശബ്ദനാടക മത്സരത്തിന്റെ സമ്മാനദാനം. മലയാള ശബ്ദനാടക മത്സരത്തിന്റെ സമ്മാനദാന പരിപാടി 18/11/2023 ശനിയാഴ്ച എറണാകുളം രാമവർമ്മ ക്ലബിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. ഓൾ ഇന്ത്യ റേഡിയോ പ്രോഗ്രാം ഹെഡ് ശ്രീ B ബാലൻ സമ്മാനദാനം നിർവഹിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീ PR രാജേഷ്, KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ സാരംഗ് KT, റോട്ടറി ക്ലബ് എറണാകുളം ജില്ലാ ഡയറക്ടർ റൊട്ടേറിയൻ PS അരവിന്ദ് എന്നിവർ സമ്മാനദാന ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മലയാള ശബ്ദനാടക മത്സരഫലം ചുവടെ ചേർക്കുന്നു. മികച്ച ശബ്ദനാടകം സല്ലാപം, ജനപ്രിയ നാടകം
ദി ഇൻസൈഡർ. മികച്ച രചന ഹീര വി ശിവദാസ്. നാടകം ദി ഇൻസൈഡർ. മികച്ച ശബ്ദ കലാകാരൻ സിജു പത്തനംതിട്ട. നാടകങ്ങൾ സല്ലാപം, ഒരു നിയോഗം പോലെ. മികച്ച ശബ്ദ കലാകാരി ഹർഷ രാഗേഷ്. നാടകങ്ങൾ സല്ലാപം, ഒരു നിയോഗം പോലെ. മികച്ച സംവിധായകൻ രാകേഷ് മനോഹർ. നാടകം സല്ലാപം. മികച്ച ശബ്ദമിശ്രണം അനൂപ് അബ്ദുൽ ഖാദർ. നാടകം കൊച്ചിൻ എക്സ്പ്രസ്. ബിജുകുമാർ കിളിമാനൂർ. നാടകം ജാഗ്രത. വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര. കേരളത്തിലെ രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിൽ പങ്കുചേരാൻ KFB യൂത്ത് ഫോറത്തിന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചു. 2023 സെപ്റ്റംബർ 24 ഞായറാഴ്ച നടന്ന ഉദ്ഘാടന യാത്രയിൽ KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ സാരംഗ് KT, ശ്രീ അൻസാർ A എന്നിവർ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരോടൊപ്പം കണ്ണൂർ മുതൽ ഷൊർണൂർ വരെ യാത്ര ചെയ്തു. ഭിന്നശേഷിക്കാർ, വിശേഷ്യ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യാത്രക്കാർ, ട്രെയിൻ യാത്രകളിൽ അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സഹയാത്രക്കാരോട് പങ്കുവച്ചും ചർച്ച ചെയ്തും യാത്ര ഫലപ്രദമായി വിനിയോഗിച്ചു. പ്രസ്തുത യാത്രയിൽ വിവിധ മാധ്യമ പ്രവർത്തകരോടും കാഴ്ച വെല്ലുവിളി നേരിടുന്ന യാത്രക്കാർ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ അവതരിപ്പിച്ചു. മീഡിയ 1 ചാനൽ അവതരിപ്പിച്ച കഷ്ടപ്പാട് എക്സ്പ്രസ് എന്ന പരമ്പരയിലെ പങ്കാളിത്തം. കേരളത്തിലെ തീവണ്ടി യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പൊതുസമൂഹത്തിലേക്കെത്തിക്കാൻ മലയാളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമ വാർത്താ ചാനലായ മീഡിയ 1 ആരംഭിച്ച പരമ്പരയാണ് കഷ്ടപ്പാട് എക്സ്പ്രസ്. കഷ്ടപ്പാട് എക്സ്പ്രസ് എന്ന പരമ്പരയിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യാത്രക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ KFB യൂത്ത് ഫോറത്തിന് അവസരം ലഭിച്ചു. KFB യൂത്ത് ഫോറം ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ അൻസാർ A, ശ്രീ സാരംഗ് KT, KFB യൂത്ത് ഫോറത്തിന്റെ സജീവ അംഗം കുമാരി ഹീര വി ശിവദാസ് എന്നിവർ ബൈറ്റുകൾ നൽകി. KFB യൂത്ത് ഫോറം ഭാരവാഹിക്ക് AICBയിലും അംഗീകാരം. 2023 ഒക്ടോബർ 27, 28, 29 തീയതികളിൽ ഡൽഹിയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട AICB ജനറൽ ബോഡിയിൽ KFBയെ പ്രതിനിധീകരിച്ച് KFB യൂത്ത് ഫോറം വനിതാ ജോയിന്റ് സെക്രട്ടറി കുമാരി ഡോണ സാജൻ പങ്കെടുത്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ KFB യൂത്ത് ഫോറം വനിതാ ജോയിന്റ് സെക്രട്ടറി കുമാരി ഡോണ സാജൻ AICB ദേശീയ നിർവാഹക സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആക്സസിബിൾ തിയേറ്റർ. KFB യൂത്ത് ഫോറത്തിന്റെ സഹകരണത്തോടുകൂടി 13/11/2023 തിങ്കളാഴ്ച തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ വെച്ച് കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി ഏകദിന ആക്സസിബിൾ തിയേറ്റർ ക്യാമ്പ് നടത്തപ്പെടുകയുണ്ടായി. അമേരിക്കൻ വംശജയായ ഗവേഷക ഡോക്ടർ കാന്ത കൊച്ചാർ പരിശീലകയായ ഈ പരിപാടിയിൽ കേരളത്തിലെ വിവിധ മേഖലയിൽ നിന്നുള്ള 14 പേർ പങ്കെടുത്തു. ഇതിന്റെ തുടർച്ചയായി 25/11/2023 ശനിയാഴ്ച കേരള സംഗീത നാടക അക്കാദമിയിൽ വെച്ച് ആക്സസിബിൾ നാടക പ്രദർശനം നടന്നു. 100-ലധികം പേർ കാഴ്ചക്കാരായ ഈ നാടക പ്രദർശനത്തിൽ കാഴ്ചയുള്ളവരോടൊപ്പം ആക്സസിബിൾ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരും നാടകം ആസ്വദിച്ചു. വനിതകൾക്കായുള്ള നീന്തൽ പരിശീലനം. KFB യൂത്ത് ഫോറത്തിന്റെയും ബാംഗ്ലൂർ ആസ്ഥാനമായ ഇക്യുബീയിങ് ഫൗണ്ടേഷന്റെയും സഹകരണത്തോടുകൂടി കോഴിക്കോട് ലേഡീസ് സർക്കിൾ GCLC 186ന്റെ സഹായത്തോടുകൂടി കേരളത്തിലെ കാഴ്ച വെല്ലുവിളി നേരിടുന്ന വനിതകൾക്കായി സംസ്ഥാനതല സഹവാസ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. സ്വയം പ്രതിരോധ പരിശീലനവും ഈ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. 23/12/2023 മുതൽ 1/1/2024 വരെ കോഴിക്കോട് പാലാഴി GAMM സ്വിമ്മിംഗ് അക്കാദമിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിശീലനത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും 12 വനിതകൾ പങ്കെടുത്തു. ലൂയി ബ്രെയിൽ ദിനാചരണം. മഹാനായ ലൂയി ബ്രെയിലിന്റെ 215ാമത് ജന്മദിനം KFB യൂത്ത് ഫോറം 26/1/2024 വെള്ളിയാഴ്ച തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വെച്ച് സമുചിതമായി ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാനതല മലയാളം, ഇംഗ്ലീഷ് ബ്രെയിൽ എഴുത്ത് വായന മത്സരങ്ങളും 100 ബ്രെയിൽ കിറ്റുകളുടെ വിതരണവും സംഘടിപ്പിച്ചു. 10 AM KFB യൂത്ത് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അലി പുല്ലാരയുടെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന സമ്മേളനം സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ മാർട്ടിൻ KA ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ മാഹിൻ C ആസാദ് യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ സുജിത് ഉണ്ണി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ അഫ്സൽ PA കൃതജ്ഞത അർപ്പിച്ചു. തുടർന്ന് കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവർക്കു വേണ്ടി മലയാളം, ഇംഗ്ലീഷ്, ബ്രെയിൽ എഴുത്ത് വായനാ മത്സരങ്ങൾ നടന്നു. 2 PM KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് B അധ്യക്ഷം വഹിച്ച സമാപന സമ്മേളനം റോട്ടറി ക്ലബ് ഓഫ് തൃശൂർ സിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസിസ് ജോസഫ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജേഷ് PR സ്വാഗതം ആശംസിച്ചു. KFB സംസ്ഥാന സെക്രട്ടറി ശ്രീ KC രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ V ലാൽജി കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ രഘുനാഥൻ മേനോൻ ബ്രെയിൽ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. KFB അഡ്വൈസർ ശ്രീ CK അബൂബക്കർ ലൂയി ബ്രെയിൽ അനുസ്മരണ സംഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി ആൻഡ് PT തോമസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ജെയിംസ്, KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ അൻസാർ A, KFB സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റ് ശ്രീ K സത്യശീലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ സാരംഗ് KT യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ചു. മത്സര വിജയികൾ: ഇംഗ്ലീഷ് റീഡിംഗ് 1-ാം സ്ഥാനം ശ്രീ ബിനോയ് VS, 2-ാം സ്ഥാനം ശ്രീമതി ശൈലജ CP, 3-ാം സ്ഥാനം ഷുക്കൂർ ചേലക്കര. ഇംഗ്ലീഷ് റീഡിംഗ് 1-ാം സ്ഥാനം ശ്രീ വർക്കി കണ്ണൂർ, 2-ാം സ്ഥാനം ശ്രീമതി ശൈലജ CP, 3-ാം സ്ഥാനം ശ്രീ മുർഷിദ് OP. മലയാളം റീഡിംഗ് 1-ാം സ്ഥാനം കുമാരി ബൃന്ദ, 2-ാം സ്ഥാനം കുമാരി സഫിയ KK, 3-ാം സ്ഥാനം ശ്രീമതി ശൈലജ CP. മലയാളം റൈറ്റിംഗ്സ് 1-ാം സ്ഥാനം കുമാരി ഫാത്തിമ VU, 2-ാം സ്ഥാനം കുമാരി ബൃന്ദ, 3-ാം സ്ഥാനം കുമാരി അജിത A. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാഴ്ചാ വെല്ലുവിളി നേരിടുന്ന 125 വ്യക്തികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഉദ്ദേശം 4 PM യോഗം സമംഗളം പര്യവസാനിച്ചു. ഓഡിയോ ലൈബ്രറി കം ഇൻഫർമേഷൻ സെന്റർ പുനരുദ്ധാരണവും 9-ാം വാർഷികാഘോഷവും. കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവരുടെ വായനാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും വൈവിധ്യമായ നിരവധി സേവനങ്ങൾ ലഭ്യമാക്കുവാനും 2015 മലപ്പുറം DTEC ഇംപ്ലിമെന്റിംഗ് ഏജൻസി KFB യൂത്ത് ഫോറത്തിന് ഒരു ബങ്ക് സ്ഥാപിക്കുവാൻ കോട്ടക്കുന്നിൽ അനുവദിച്ച സ്ഥലത്ത് മലപ്പുറം റോട്ടറി ക്ലബ്, ജില്ലാ പഞ്ചായത്ത് എന്നീ ഏജൻസികളുടെ സഹായത്തോടുകൂടി ഒരു ഇൻഫർമേഷൻ സെന്റർ കം ഓഡിയോ ലൈബ്രറി ആരംഭിച്ചിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സ്ഥാപനത്തിന്റെ സേവനം കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവരിലേക്ക് എത്തിക്കുന്നതിൽ ഇടക്കാലത്ത് താൽക്കാലിക തടസ്സം നേരിട്ടിരുന്നു. പ്രസ്തുത സ്ഥാപനം മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹായത്തോടുകൂടി കോട്ടക്കുന്നിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ച് 2024 മാർച്ച് 10 പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. ഒപ്പം സ്ഥാപനത്തിന്റെ 9-ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. 10 AM മലപ്പുറം കോട്ടക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന വ്യാപാരി വ്യവസായി ഹാളിൽ വെച്ച് KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് B ആധ്യക്ഷം വഹിച്ച ചടങ്ങ് ബഹുമാനപ്പെട്ട മലപ്പുറം MLA ശ്രീ P ഉബൈദുള്ള അവർകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. KFB യൂത്ത് ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജേഷ് PR സ്വാഗതം ആശംസിച്ചു. KFB അധ്യാപക ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുധീർ M ഇൻഫർമേഷൻ സെന്റർ കം ഓഡിയോ ലൈബ്രറിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് മലപ്പുറം പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ് മുഖ്യപ്രഭാഷകനായിരുന്നു. ശ്രീ PSA ഷബീർ വാർഡ് കൗൺസിലർ, ശ്രീ രവി നായർ ട്രഷറർ ചേംബർ ഓഫ് കൊമേഴ്സ് മലപ്പുറം, ശ്രീ KC രാജഗോപാൽ XPS റോട്ടറി ക്ലബ് മലപ്പുറം, ശ്രീ ഫൈസൽ V ജില്ലാ സെക്രട്ടറി KFB മലപ്പുറം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം മാഹിൻ C ആസാദ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവർക്കായി മലയാള കവിതാ പാരായണ മത്സരവും തിരഞ്ഞെടുത്ത പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു. ശേഷം 2:30 PM KFB യൂത്ത് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അലി പുല്ലാരയുടെ അധ്യക്ഷതയിൽ കൂടിയ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട മലപ്പുറം നഗരസഭാ ചെയർമാൻ ശ്രീ മുജീബ്
കടേരി അവർകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഓഡിയോ പുസ്തകങ്ങളടങ്ങിയ 60 പെൻഡ്രൈവുകളുടെ വിതരണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജേഷ് PR സ്വാഗതം ആശംസിച്ചു. KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ V ലാൽജി കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. മലപ്പുറം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അബ്ദുൽ ഹക്കീം മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു. സഹദേവൻ മാസ്റ്റർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, മലപ്പുറം നഗരസഭ ശ്രീ VP അനിൽ DTPC ബോർഡ് അംഗം, ശ്രീ അൻസാർ A സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KFB യൂത്ത് ഫോറം, കുമാരി ശില്പ രവിചന്ദ്രൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം KFB യൂത്ത് ഫോറം, ശ്രീ ഉണ്ണികൃഷ്ണൻ മുൻ സംസ്ഥാന സെക്രട്ടറി KFB, ശ്രീ അബ്ദുൾ അസീസ് മുൻ ജില്ലാ പ്രസിഡന്റ് KFB മലപ്പുറം, ശ്രീ ഗോപാലകൃഷ്ണൻ മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം KFB എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ സാരംഗ് KT കൃതജ്ഞത രേഖപ്പെടുത്തി. മത്സര വിജയികളുടെ പേരും സ്ഥാനവും ചുവടെ കൊടുക്കുന്നു. പ്രശ്നോത്തരി മത്സരം. 1ാം സമ്മാനം ശരത് ലാൽ കോഴിക്കോട്, 2ാം സമ്മാനം സ്മിത ടൈറ്റസ് കൊല്ലം, 3ാം സമ്മാനം ഇസ്മായിൽ P മലപ്പുറം. കവിതാ പാരായണം. 1ാം സമ്മാനം ആശാലക്ഷ്മി കൊല്ലം, 2ാം സമ്മാനം ഹീര VS തൃശൂർ, 3ാം സമ്മാനം പ്രീസ്ലി ടൈറ്റസ് കൊല്ലം. ഹെൻക ടെക്നോളജി വെബിനാർ സീരീസ്. കേരളത്തിലെ കാഴ്ച പരിമിതർക്കിടയിൽ സാങ്കേതിക വിദ്യയുടെ പുത്തൻ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നതിനായി KFB യൂത്ത് ഫോറം ആരംഭിച്ച ഓൺലൈൻ പരമ്പരയാണ് ഹെൻക ടെക്നോളജി വെബിനാർ സീരീസ്. 2022-23 പ്രവർത്തന വർഷത്തിൽ തുടക്കം കുറിച്ച ഈ ടെക്നോളജി വെബിനാർ സീരീസിന്റെ തുടർച്ചയായി 2023-24 പ്രവർത്തന വർഷവും ഹെൻകയുടെ ഒട്ടേറെ എപ്പിസോഡുകൾ ചെയ്യുവാൻ സാധിച്ചു. 16/4/2023 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ഹെൻക ടെക്നോളജി സീരീസിന്റെ 2ാമത്തെ എപ്പിസോഡ് നടത്തപ്പെടുകയുണ്ടായി. അഡ്വാൻസ്ഡ് ബ്രെയിൽ കീബോർഡിന്റെ അനന്ത സാധ്യതകളെ കുറിച്ചുള്ളതായിരുന്നു ഈ എപ്പിസോഡ്. പ്രസ്തുത എപ്പിസോഡിൽ സാങ്കേതിക രംഗത്ത് കാഴ്ചാ പരിമിതർക്ക് ഏറെ പ്രയോജനകരമായ അഡ്വാൻസ്ഡ് ബ്രെയിൽ കീബോർഡിന്റെ ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ചും മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപികയായ ശ്രീമതി ജോത്സ്ന ടീച്ചർ ക്ലാസ് എടുത്തു. KFB സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ P പ്രസാദ് പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. KFB യൂത്ത് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അലി പുല്ലാര സ്വാഗതം ആശംസിച്ചു. ഹെലൻ കെല്ലർ സെന്റിനറി മെമ്മോറിയൽ സ്കൂൾ കോട്ടപ്പുറം അധ്യാപികയായ ശ്രീമതി നോബിൾ മേരി ചാക്കോ അഡ്വാൻസ് ബ്രെയിൽ കീബോർഡിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ അൻസാർ A പരിപാടിയുടെ മോഡറേറ്ററായി. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം അഫ്സൽ PA പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തി. ഹെൻക ടെക്നോളജി വെബിനാർ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡ് 9/11/2023 വ്യാഴാഴ്ച വൈകിട്ട് 7:30 നടത്തപ്പെടുകയുണ്ടായി. ബുക്ക് ഷെയർ എന്ന സേവനം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു പ്രസ്തുത എപ്പിസോഡ്. ഈ എപ്പിസോഡിൽ ബുക്ക് ഷെയറിന്റെ സൗത്ത് ഇന്ത്യ കോർഡിനേറ്ററായ ശ്രീ G കുമരേഷ് ബുക്ക് ഷെയറിനെ കുറിച്ച് സമഗ്രമായി സംസാരിക്കുകയും ഡെമോ അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ E രാജൻ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കുമാരി ഡോണ സാജൻ പരിപാടിയിൽ സ്വാഗതമോദി. KFB നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് ശ്രീ അഖിൽ പാറയ്ക്കൽ പരിപാടിയിൽ പരിഭാഷകനും മോഡറേറ്ററുമായി. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം കുമാരി ശില്പ രവിചന്ദ്രൻ ഈ വെബിനാർ സീരീസിന് കൃതജ്ഞത അറിയിച്ചു. ഹെൻക ടെക്നോളജി വെബിനാർ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡ് 17/1/2024 ബുധനാഴ്ച വൈകിട്ട് 7:30 നടത്തപ്പെടുകയുണ്ടായി. കാഴ്ചാപരിമിതി നേരിടുന്നവരുടെ തീവണ്ടി യാത്രാ പരിമിതികളും സാങ്കേതിക വിദ്യയിലൂടെ സാധ്യമായ പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി NC ട്രാവൽസ് കൺസൾട്ടന്റും KFB വിദ്യാർത്ഥി ഫോറം ജോയിന്റ് സെക്രട്ടറിയുമായ ശ്രീ നൌഷിഫ് N സംവദിച്ചു. KFB സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ ഈസക്കോയ EV പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തി.
KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ സാരംഗ് KT പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചു. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം കുമാരി ശില്പ രവിചന്ദ്രൻ പരിപാടിയുടെ മോഡറേറ്ററായിരുന്നു. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ അഫ്സൽ PA ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിച്ചു. ഹെൻക ടെക്നോളജി വെബിനാർ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡ് 17/2/2024 ശനിയാഴ്ച വൈകിട്ട് 7:30 നടത്തപ്പെടുകയുണ്ടായി. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ വിവിധ ആവശ്യങ്ങളെ മുൻനിർത്തി കാഴ്ചയില്ലാത്തവർക്കു വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ടെക് ഫ്രീഡം എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് എറണാകുളം സെന്റ് സേവിയേഴ്സ് കോളേജ് BA മലയാളം വിദ്യാർത്ഥിനിയും KFB യൂത്ത് ഫോറം അംഗവുമായ കുമാരി ഫാത്തിമ VU വിശദമായി ക്ലാസ് എടുത്തു. KFB സംസ്ഥാന നിർവാഹക സമിതി അംഗമായ കുമാരി പ്രേമലത KV ആമുഖ പ്രഭാഷണം നടത്തി. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ അൻസാർ A സ്വാഗത പ്രഭാഷണം നടത്തി. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം കുമാരി ശില്പ രവിചന്ദ്രൻ മോഡറേറ്ററായി. KFB യൂത്ത് ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം അഫ്സൽ PA നന്ദി രേഖപ്പെടുത്തി. താരാപദം അഭിമുഖ പരമ്പര. വിവിധ മേഖലകളിൽ തങ്ങളുടെ കാൽപ്പാടുകൾ പതിപ്പിച്ച് ശോഭനമായ സ്വപ്നങ്ങളിലേക്ക് ഓടിക്കയറിയ കാഴ്ചാപരിമിതരായ പ്രഗത്ഭരെ ഇന്റർവ്യൂ ചെയ്ത് KFB യൂത്ത് ഫോറത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി പ്രസിദ്ധീകരിക്കുന്ന അഭിമുഖ പരമ്പരയാണ് താരാപദം. താരാപദം അഭിമുഖ പരമ്പരയുടെ പ്രഥമ ലക്കം 5/8/2023 ശനിയാഴ്ചയും 2ാം ലക്കം 24/9/2023 ശനിയാഴ്ചയും KFB യൂത്ത് ഫോറം എന്ന യൂട്യൂബ് ചാനൽ വഴി പ്രസിദ്ധീകരിച്ചു. ആദ്യ ലക്കത്തിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ അഫ്സൽ യൂസഫിനെയും 2ാം ലക്കത്തിൽ കുറുക്കുമീൻ സംരംഭകയായി വിജയം കൈവരിച്ച ശ്രീമതി ഗീത സനീഷിനെയും KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കുമാരി ഡോണ സാജൻ ഇന്റർവ്യൂ ചെയ്തു. KFB യൂത്ത് ഫോറം അംഗവും സംഗീത സംവിധായകനുമായ ശ്രീ എബി ടൈറ്റസ് അഭിമുഖ വീഡിയോകൾ എഡിറ്റ് ചെയ്തു. KFB യൂത്ത് ഫോറം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ സാരംഗ് KT ആദ്യാന്തം പിന്നണിയിൽ പ്രവർത്തിച്ച് നേതൃത്വം നൽകി. മത്സര പരീക്ഷാ പരിശീലനങ്ങൾ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതി യുവാക്കളെ മത്സര പരീക്ഷകൾക്ക് സജ്ജമാക്കുന്നതിനായി KFB യൂത്ത് ഫോറം വിവിധ ഏജൻസികളുടെ സഹകരണത്തോടുകൂടി 2022-23 വർഷം മുതൽ മത്സര പരീക്ഷാ പരിശീലനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇത് ഈ വർഷവും തുടരുന്നു. ഓൺലൈൻ PSC ക്ലാസുകൾ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി KFB യൂത്ത് ഫോറം 10 കോച്ചിംഗ് സെന്ററിന്റെ സഹായത്തോടുകൂടി ആരംഭിച്ച PSC പരീക്ഷകൾക്കുള്ള പരിശീലനത്തിന്റെ 2ാം ബാച്ചിൽ 40 പേർ ജോയിൻ ചെയ്തു. LPSA, UPSA, ക്ലറിക്കൽ തസ്തിക തുടങ്ങിയ പരിശീലനമാണ് പ്രത്യേക മൊബൈൽ ആപ്പ് മുഖേന നൽകിയത്. കൂടാതെ KFB യൂത്ത് ഫോറത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ PSC ക്ലാസുകൾ അപ്ലോഡ് ചെയ്തു വരുന്നു. UGC നെറ്റ് പരിശീലനം. KFB യൂത്ത് ഫോറം ഐഫർ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടുകൂടി കാഴ്ച വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്ക് സൗജന്യമായി നെറ്റ് പരിശീലനം ലഭ്യമാക്കി വരുന്നു. പ്രസ്തുത പരിശീലനം റിപ്പോർട്ട് വർഷത്തിലും നൽകാൻ സാധിക്കുകയുണ്ടായി. ഈ പരിശീലനത്തിന്റെ ഭാഗമായി ഒട്ടേറെ പേർക്ക് നെറ്റ്, JRF എന്നിവ ലഭിച്ചു. സൗജന്യ ദന്തൽ ക്യാമ്പുകൾ. KFB യൂത്ത് ഫോറം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ സഹായത്തോടുകൂടി സംസ്ഥാനത്തുടനീളം കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി നിരവധി സൗജന്യ ദന്തൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. 2/7/2023 ഞായറാഴ്ച വയനാട്, 8/7/2023 ശനിയാഴ്ച കൊല്ലം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഹാൾ, 30/7/2023 ഞായറാഴ്ച എറണാകുളം തൃപ്പുണിത്തറ, 2/10/2023 തിങ്കളാഴ്ച ആലപ്പുഴ മാവേലിക്കര, 17/11/2023 വെള്ളിയാഴ്ച എറണാകുളം പോത്താനിക്കാട് KFB വനിതാ VTC എന്നിവിടങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടു. 5 ക്യാമ്പുകളിലുമായി കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഏകദേശം 200 പേർ പങ്കെടുത്തു. ഉപസംഹാരം. പ്രവർത്തന വർഷത്തിൽ വൈവിധ്യമാർന്ന സ്വയം ശാക്തീകരണ, സാംസ്കാരിക, വിദ്യാഭ്യാസ, തൊഴിൽ, കലാകായിക ക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ KFB യൂത്ത് ഫോറത്തിന് കഴിഞ്ഞു. KFB യൂത്ത് ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകിയ KFB സംസ്ഥാന, ജില്ലാ, താലൂക്ക് വിവിധ ഫോറം ഭാരവാഹികൾക്കും പങ്കാളിത്തം കൊണ്ടും സഹായ സഹകരണങ്ങൾ കൊണ്ടും പ്രവർത്തനം കൊണ്ടും വിജയിപ്പിച്ച അംഗങ്ങൾക്കും പരിപാടികൾക്ക് പ്രോത്സാഹനം നൽകിയ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്കും സംഘടനയുടെ നേട്ടങ്ങൾ ജനശ്രദ്ധയിലെത്തിച്ച മാധ്യമപ്രവർത്തകർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തി തുടർ സഹായങ്ങൾ പ്രതീക്ഷിച്ചും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ 2023
24 സാമ്പത്തിക വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അംഗങ്ങളുടെ അറിവിനും അംഗീകാരത്തിനുമായി സവിനയം സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി രാജേഷ് PR, KFB യൂത്ത് ഫോറം.